നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇവനെന്തിരി പുറത്തു നിന്നോണ്ട് ഇങ്ങനെ ഒച്ച എടുക്കുന്നേ? എന്നെ ഒരു പടുകുഴി തള്ളിയിട്ടിട്ട് നീ അകത്ത് കയറി ഒളിച്ചിരിക്കാനോടെ ഇറങ്ങി വാഴയുടെ നിക്കടി അവിടെ. സത്യമേ രോഹിത് എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ അവൻ അകത്തോട്ട് വരട്ടെ. അടിച്ചിറക്കി ശാലിനിയും വിഷ്ണുവിനെയും പിന്നെ ആ കൊച്ചിനെ അടക്കം തെരുവിലേക്ക് ഇറക്കിയെന്ന്. അടി അതിന് നമ്മൾ സന്തോഷിക്കുകയല്ലേ വേണ്ടേ? നമ്മുടെ പദ്ധതികളെല്ലാം 100% വിജയിച്ചതിന്റെ ഒരു സന്തോഷം. അതാണ് ഈ ലഡുവിന്റെ രൂപത്തിൽ മോളുടെ കയ്യിലിരിക്കുന്നത്. ഇതെന്ത് വിജയ ചിറ്റപ്പ? ഇതിപ്പോ വിജയിച്ചത് ശാലിനിയും വിഷ്ണു അല്ലേ? പരാജയപ്പെട്ടത് സത്യഭാമയും നമ്മളും. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. ശാലിനിയും വിഷ്ണു ഒരിക്കലും ഒന്നിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ മുഖ്യ അജണ്ട. അവരൊന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയ പിന്നെ അവരെ ഒരു ശക്തിക്കും പരാജയപ്പെടുത്താനാവില്ല. ഈ കൂട്ടുചേർത്ത കൈകൾ കൊണ്ട് തന്നെ കണ്ണികളർത്ത് കർമ്മങ്ങൾ നടത്തിയ ഒരു ചെറിയൊരു പാരമ്പര്യം എനിക്കുണ്ട്. എടി മോളെ, നിന്റെ സന്തോഷത്തിന് വേണ്ടി വന്ന ചിറ്റപ്പന് അതും ചെയ്യും. അത് ചെയ്യണം ചിറ്റപ്പ. ശാലിനിയും വിഷ്ണു ഒന്നിച്ച് ജീവിക്കാൻ ഇടവന്ന ഞാൻ പിന്നെ കാണുന്നത് എന്റെ മരണമാ. എനിക്കത് സഹിക്കില്ല, പിടിച്ചു നിൽക്കാനും ആവില്ല. ഇതെന്തൊരു പകയാണെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. എന്നോട് പലവട്ടം ഞാൻ ചോദിച്ചിട്ടുണ്ട്, പക്ഷേ ഉത്തരം കിട്ടിയിട്ടില്ല. അതിനുള്ള ഉത്തരം ഇനി നമുക്ക് തരുന്നത് അവനാണ്, രോഹിത്താണ് മോളെ. നമ്മുടെ കയ്യിലെ കുട്ടിക്കുരങ്ങനാവൻ. അവനെ കൊണ്ട് ചെയ്യിക്കാൻ പോകുന്നതും അവർക്കെതിരെയുള്ള കളികളാ. ഓള് കണ്ടോ, അവരൊന്നിച്ചുള്ള ജീവിതം ഉണ്ടല്ലോ. അല്പായുസാകാനുള്ള മന്ത്രം നമ്മൾ ഓതി കൊടുക്കുന്നതേ അവന്റെ കാതുകളില, രോഹിത്തിന്റെ. എത്രത്തോളം ദ്രോഹിക്കാമോ അത്രത്തോളം ചിറ്റപ്പന്റെ അക്കൗണ്ടിൽ പണം വന്നു ചേരും. ഇത് സുസ്മിത തരുന്ന വാക്കാ. ശത്രുവിനെ ഒതുക്കുന്ന കാര്യത്തിൽ സുസ്മിത ഒരു അക്ഷയപാത്രമാ ചിറ്റപ്പ. പണം ഒഴുക്കുന്ന അക്ഷയപാത്രം. അച്ഛനും മക്കളും ഭാര്യയും കൂടി ഒരുമിച്ചൊരു കൂരയിൽ ഒടുങ്ങിത്തീരുന്നതായിട്ട് മോളത് സങ്കല്പിച്ചേ. ചുമ്മാന്ന് സങ്കല്പിക്കടി. സങ്കല്പിച്ച പിന്നെ അത് നടത്തണം. ഇല്ലെങ്കിൽ എനിക്ക് സഹിക്കില്ല. ആഗ്രഹിച്ചു പോയാ അതിപ്പോ ചങ്ക് പറിച്ചു തരുന്നതിന്റെ ചങ്കായ പോലും സുസ്മിതയ്ക്കത് കിട്ടണം. അതെന്റെ ഒരു വാശിയാ. ആ വാശി എന്നെ ഇവിടം വരെ എത്തിച്ചത്. എങ്കി ഹലോ, മോളൊന്ന് വെയിറ്റ് ചെയ്യ്. ചിറ്റപ്പനൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാം. പൊതുജീവിതം തുടങ്ങാൻ പോകുന്ന വിഷ്ണുവിന്റെയും ശാലിനിയുടെയും തലയ്ക്ക് മുകളിൽ വട്ടമിട്ട് പറക്കാൻ പാകത്തിൽ ഒരു കഴുകനെ ഒരുക്കി നിർത്താൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കണ്ണ് തെറ്റിയാൽ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്ന പോലെ അതിവിദഗ്ധമായി റാഞ്ചാൻ കഴിവുള്ള ഉപ്പന്റെ കണ്ണുള്ള കഴുകനെ. പിന്നെ അവൻ തീരുമാനിക്കും ആരാ റാഞ്ചണമെന്ന്. മക്കളെ വേണോ അതോ അച്ഛനെ വേണോ, അതുമല്ലെങ്കിൽ അമ്മയെ വേണോ? ആളെണ്ണം പറഞ്ഞ് വിലപേശി തന്നെ അവർ റാഞ്ചും. നമ്മളൊന്ന് പണമെറിഞ്ഞ് നിന്നു കൊടുത്താൽ മതി. എന്നാ പിന്നെ ചിറ്റപ്പനത് കറക്റ്റ് ചെയ്യാൻ നോക്കിക്കോ. പണത്തിന്റെ കാര്യം ഞാനും കറക്റ്റ് ചെയ്തോളാം. വരട്ടെ, എടുത്തിയാടിയപ്പോ ഒന്നും ചെയ്യണ്ട. രണ്ടാം വരവല്ലേ, രണ്ടുപേരുടെയും മധുവിധു കാലമല്ലേ. അതൊന്ന് ചൂട് പിടിച്ചു വരുമ്പോ നമുക്ക് ആളെ ഇറക്കാം. ഇണക്കുരുവികൾ സ്നേഹിച്ചിരിക്കുമ്പോ ഒന്നിനൊന്നിന് നഷ്ടപ്പെടണം. എന്നാലേ വിരഹത്തിന്റെ വേദനയുടെ ആഴം മനസ്സിലാക്കാൻ പറ്റൂ. സ്നേഹിച്ച് ഇങ്ങനെ ഉത്തുംഗ ശൃംഗത്തിലെത്തുമ്പോ ഒരാളെ നമുക്കങ്ങ് പൊക്കാം. അതാരെ വേണോന്ന് കഴുകൻ തീരുമാനിക്കട്ടെ. ഉപ്പന്റെ കണ്ണുള്ള കഴുകൻ. അത് ഞാൻ തന്നെ ആവണമെന്ന് ഉടയതമ്പനെ കൽപ്പിച്ചാൽ പിന്നെ എനിക്കെന്ത് ചെയ്യാൻ പറ്റൂടി?
15 ദിവസത്തിനുള്ളിൽ 15 കോടി രൂപ അടയ്ക്കണം. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ജപ്തി നടപടികളിലേക്ക് പോകേണ്ടി വരും. അമ്മേ, നമ്മളിനി രക്ഷപ്പെടാൻ മറ്റൊരു വഴി മുന്നിൽ തെളിയുന്നില്ലല്ലേ? അച്ഛാ, ഗുളിക കൊണ്ടുപോയിക്കോ അതൊക്കെ. ഇതൊക്കെ കഴിച്ച് ആയുസ് ആരോഗ്യം നിലനിർത്തിയിട്ട് എന്താ കാര്യം? ഇവിടെ നിറയുന്നതിന് മുമ്പ് ജീവൻ എന്ന് പോയാ അത്രയും നന്ന്. എടേ ശ്യാമേ, എത്രയായി? 80. എടേ ശ്യാമേ, ഇറങ്ങി വാടേ. ഇറങ്ങി വാടേ ഇങ്ങോട്ട്. എടേ ശ്യാമ, ഇങ്ങോട്ട് ഇറങ്ങി വാടേ. അത് രോഹിത്തിന്റെ ശബ്ദമല്ലേ കേൾക്കുന്നേ? ഇവനെന്തിനാ പുറത്തു നിന്നോണ്ട് ഇങ്ങനെ ഒച്ച എടുക്കുന്നേ? എന്നെ ഒരു പടുകുഴി തള്ളിയിട്ടിട്ട് നീ അകത്ത് കയറി ഒളിച്ചിരിക്കാനോടെ. ഇറങ്ങി വാടേ ഇങ്ങോട്ട്. നിക്കടി അവിടെ. സത്യമേ, രോഹിത്. എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ അവൻ അകത്തോട്ട് വരട്ടെ. അല്ല, അത് ഇറങ്ങി വാടേ ഇങ്ങോട്ട്. അല്ലാതെ പുറത്ത് കിടന്നിങ്ങനെ ഒച്ച വെച്ച ആളാകുന്നത് ആണുങ്ങൾക്ക് ചേർന്നല്ല. എടേ ശ്യാമേ, എല്ലാരും ഉണ്ടല്ലോ. നന്നായി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.